ഇന്ത്യയുടെ മികച്ച പ്രധാനമന്ത്രി ആരാണ്? അതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. നിങ്ങളെ സംബന്ധിച്ച് ആരാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ആൾക്കാരോട് ചോദിച്ചു നോക്കാം അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ആരാണ് മികച്ച പ്രധാനമന്ത്രി എന്നുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചേട്ടൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും മികച്ച പ്രധാനമന്ത്രി ആരാണ്? ഇന്ത്യയിലെ മികച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. എന്തുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി? ഞങ്ങളുടെ ടൈമില് ഇന്ത്യ ഈസ് ഡെവലപ്ഡ് കൺട്രി എന്ന് പറഞ്ഞ് ഏറ്റവും കൂടുതൽ ഇമാജിനേഷൻ കണ്ടതും ഭാവി നമ്മളുടെ ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് ഭാവിയിൽ എന്തെങ്കിലും എല്ലാം ഉണ്ടാകണമെന്ന് പറഞ്ഞ്, പ്രത്യേകിച്ച് റൈസ്. ഞങ്ങളൊന്നും മറ്റേ ഭക്ഷണത്തിന് അരി കിട്ടാതെ ലൈനിൽ 6 മണിക്കൂർ 7 മണിക്കൂർ നിന്ന് ഗോതമ്പും കടലയും വാങ്ങിച്ച് കഴിച്ച ജനങ്ങളാണ് ഞങ്ങളൊക്കെ. അതിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തി ഇന്നേക്ക് അരി എന്ന് പറയുന്നത് ഒന്നുമേ അല്ല. അതിനുള്ള നൂതനമായ മറ്റേ കാർഷിക രംഗമൊക്കെ അവർ ഡെവലപ്പ് ചെയ്ത് ഇന്ത്യയിലത്തെ ജനങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരത്തിനുള്ള എല്ലാവിധ ഫെസിലിറ്റീസും ഒരുക്കി കൊടുത്ത ഏക പ്രധാനമന്ത്രി എന്ന് പറയുന്നതാണ് നമ്മുടെ മിസ്റ്റർ ഇന്ദിരാഗാന്ധി മിസ് അവർകൾ. മനസ്സിലായില്ലേ? ഓക്കെ. ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നല്ലത് ഇതിലെ ഇപ്പോൾ ഏറ്റവും നല്ലത് മോദിയാണ്. മോഡി തന്നെയാണ്. എന്തുകൊണ്ടാണ് മോഡി എന്ന് പറയാൻ കാരണം? മോഡി പക്വതയുണ്ട്, മറ്റതൊക്കെ ഉണ്ട്. പിന്നെ വിവാഹിതീയ വർഗീയതയൊക്കെ അവരുടെ കയ്യിലുണ്ട്. അതൊന്നും നമ്മള് നോക്കണില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞ പെർഫോമില് മികച്ച പ്രധാനമന്ത്രി എന്തായാലും മോഡി തന്നെയാണ്. മോഡി തന്നെയാണ് ഭരണാധികാരി എന്ന നിലയിൽ. അല്ലാണ്ട് രാഷ്ട്രീയമൊന്നുമില്ല, രാഷ്ട്രീയമല്ല. ഇത് BJP പിന്നെ വർഗീയ കക്ഷിയൊക്കെയാണല്ലോ, അതൊന്നുമില്ല. ഒരു ചോദ്യത്തിന് മറുപടി. ആരായിരുന്നു? ആരാണ് ഒരു പോയിന്റ് ഓഫ് വ്യൂല്? ഇപ്പോ നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി നരേന്ദ്രമോദി ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മറ്റുള്ള ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കണമെങ്കിൽ തന്നെ ഇപ്പോൾ കേരളത്തിൽ തന്നെ നോക്കണമെങ്കിൽ ഒരുപാട് ഹൈവേകൾ ഇവിടെ തന്നെ നോക്കിയാൽ ലുലുവിൻ്റെ അടുത്ത് തന്നെ നോക്കിയാൽ കാണാമല്ലോ. അപ്പോൾ അതൊക്കെ ഒരുപാട് വർഷം കോൺഗ്രസ് ഒക്കെ ഭരിച്ചിട്ട് ഇന്നുവരെ അതിനൊരു അതൊന്നും ഉണ്ടായിട്ടില്ല. കുറ്റം പറയുന്നത് വെച്ചാൽ അതിപ്പോൾ കുറ്റം മാത്രം നോക്കി കാണുമ്പോൾ അത് പറയാൻ പറ്റുമോ? അല്ലാതെ ഒരാളെ 2 വശങ്ങളുണ്ടല്ലോ, നല്ല വശങ്ങൾ നമ്മൾ കാണുമല്ലോ. അപ്പം ഞാൻ നല്ല വശങ്ങളെ കാണുള്ളൂ, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നത് മാത്രം. കുറ്റം പറയുന്ന കുറ്റങ്ങളുണ്ടാവും, ഇല്ലാതെ ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മളാളുടെ നല്ല വശങ്ങളാണ് കാണുന്നത്. പിന്നെ പഴയ പോലെയല്ല. ഇപ്പോൾ പഴയ കാലത്ത് ഒരുപാട് ബോംബ് സ്ഫോടനങ്ങളും അല്ലെങ്കിൽ ഭീകരവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പോൾ കാണാനില്ല. ശരിയല്ലേ? അപ്പോൾ അതൊക്കെ വലിയൊരു മാറ്റമാണ്. പിന്നെ ഒരുപാട് നമ്മുടെ ലോകരാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്ക് ഇപ്പോൾ നല്ല ബന്ധമാണ് അല്ലേ? നരേന്ദ്രമോദി കാരനാണ്. ആദ്യ സമയത്തൊക്കെ അദ്ദേഹം യാത്രകൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു അദ്ദേഹം രാജ്യം കറങ്ങാൻ നടക്കുന്നൊക്കെ. പക്ഷെ അതിൻ്റെ അനന്തരഫലങ്ങൾ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇന്ന് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ ലോകരാജ്യങ്ങളിലെ വലിയൊരു രാജ്യമായിട്ടാണ് നമ്മൾ കാണപ്പെടുന്നത്. അതൊക്കെ നരേന്ദ്രമോദിയുടെ പവർ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടണം. അതാണ് VP സിംഗ്. എന്തുകൊണ്ടാണ് VP സിംഗ്? ഒരു മതേതര സ്വഭാവമുള്ളത്, ജനങ്ങളെല്ലാം ഒരേ രൂപത്തിൽ കണ്ട ഒരു പ്രധാനമന്ത്രിയായിരുന്നു. മൻമോഹൻ സിംഗിനെയും നരേന്ദ്രമോദിയും. മൻമോഹൻ സിംഗിന് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ അനുവാദം കിട്ടിയായിരുന്നില്ല. ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയോ? താല്പര്യമില്ല. മികച്ച പ്രധാനമന്ത്രി ആയിരുന്നു നമ്മുടെ ഇന്ത്യയിലെ? ഇന്ദിരാഗാന്ധി. എന്തുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി? തന്റെ ഇടമുണ്ട്, എല്ലാത്തിനും ഉണ്ട്, എല്ലാത്തിനും പവർ ഉണ്ട്. രാഷ്ട്രീയമായിട്ട് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി സാറ്റിസ്ഫൈഡ് ആണോ? സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയാം. അത് വർഗീയതയുടെ സാറ്റിസ്ഫൈഡ് ആണ്. വർഗീയതയാണ്. ഹിന്ദുത്വം പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് മികച്ചൊരു. ഈ പ്രധാനമന്ത്രി കൊള്ളാം, പക്ഷെ പുള്ളിക്ക് വർഗീയതയാണ്, ഹിന്ദുത്വം. എൻ്റെ അഭിപ്രായത്തിലും നരേന്ദ്രമോദി. മറ്റു രാജ്യങ്ങളുമായിട്ടൊക്കെ അടിച്ചു നിൽക്കാനായിട്ട് പുള്ളിക്കുള്ളൂ ധൈര്യമുള്ളൂ. വല്ല വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധമൊക്കെ പുള്ളിയുടെ കാലത്താണ്. മറ്റേ ചുമ്മാതെ പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ടെല്ലാം ഉടക്കി പറിച്ച് ഇല്ല. മൻമോഹൻ സിംഗിന്റെ ഇന്ദിരാഗാന്ധി ഒന്ന് പറയണം പോരായിരുന്നു. ഫോറിൻ റിലേഷൻ ഉണ്ടല്ലോ, ഫോറിൻ അഫയേഴ്സ് ഈസ് ദ ബെസ്റ്റ് പേഴ്സൺ. അതാണ്. അതുകൊണ്ടാണ് ഞാനൊരു BJP ഒന്നുമല്ല, പക്ഷേ ഈ പുള്ളിയുടെ ഈ ഫോറിൻ പോളിസി ഉണ്ടല്ലോ, നരേന്ദ്രമോദിയുടെ ഭരണം ഓക്കെയാണ്. ഭരണത്തിൽ കണ്ടു ഞാൻ ഫോറിൻ നോക്കുകയുള്ളൂ. രാജ്യരക്ഷയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ വിട്ടുണ്ടായിട്ടുള്ളൂ. ഇന്ത്യയുടെ അടിപൊളി പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധിയാണ്. എന്താണ് റീസൺ? ഞാൻ ആ പാർട്ടിക്കാരനായതുകൊണ്ടാണ്. പിന്നെ ഒരു
മതേതര ഭരണമായിരുന്നു, ജാതിമതമില്ലാതെ. ഞാൻ ജാതിമതത്തെ ഇഷ്ടപ്പെടുന്ന ആളല്ല, ഓക്കെ. ഒരു ജാതിയെ ഇഷ്ടപ്പെടുന്നില്ല. മനുഷ്യൻ എന്നുള്ള ഒറ്റ ഇതാണ്. ഇന്ദിരാഗാന്ധിയാണ് മികച്ചൊരു അവളെ- പ്രധാനമന്ത്രി. അതാണ് മികച്ച കണ്ടേല്. അധികം എനിക്കറിയില്ലല്ലോ, ആ. അത്രയുള്ള ഇതല്ലേ ഉള്ളൂ. ഇപ്പം 65 വയസ്സായുള്ളൂ. ആ. പിന്നെ അത്രയും ചെറുപ്പത്തിൽ അത്രയും നിശ്ചയമില്ലല്ലോ. അപ്പൊ നരേന്ദ്രമോദി മികച്ചതായിട്ട് തോന്നിയിട്ടില്ല. മികച്ചത് ആള് മികച്ചായിട്ട് കാര്യമുണ്ടോ? മഹേശ്വരം ഇല്ലല്ലോ. ഇവിടെ അടിയല്ലേ പ്രശ്നം. അതാ എനിക്കിഷ്ടമല്ല. ജനങ്ങളൊന്നാണ്, ജാതി ഏതും ആയിക്കോട്ടെ, ജനങ്ങളൊന്ന്. അതാണ് ചെയ്യേണ്ട ഒരു പ്രധാനമന്ത്രി ചെയ്യേണ്ട ഏറ്റവും വലിയ അതാണ്.